ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഫിസിക്സിലെ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ടോട്ടൽ സിലബസിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമുക്കിനി അവസാനത്തെ 2 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത്. അതിൽ ചാപ്റ്റർ നമ്പർ 14 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ നെയിം ഓസിലേഷൻസ് എന്നാണ്. ഇത് കഴിഞ്ഞാൽ നമുക്കിനി ഒരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ, വേവ്സ്. അതോടെ നമ്മുടെ +1 സിലബസ് അവസാനിക്കുകയാണ്. ഈ ഓസിലേഷൻസും ഇനി തൊട്ടടുത്ത വേവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും ഫിസിക്സിലെ മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ ആയിരുന്നു അല്ലേ. നമ്മുടെ സിലബസിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് മോഷൻസിനെ കുറിച്ച് പഠിച്ചു. മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ, മോഷൻ ഇൻ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ അല്ലേ. മോഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ കേട്ടു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി പോലെയുള്ള ക്വാണ്ടിറ്റികൾ നമ്മൾ പരിചയപ്പെട്ടു. ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അതിനൊക്കെ കൂടെ വീണ്ടും കണക്ട് ചെയ്തുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ചില ടൈപ്പ് ഓഫ് മോഷൻസ് ആണ് നമുക്കിവിടെ വീണ്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഓസിലേഷൻസ് എന്ന ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ടൈപ്പ് മോഷൻസിനെ ഒന്ന് പരിചയപ്പെടാം. ഒന്നിന് നമ്മൾ പറയും പീരിയോഡിക് മോഷൻ. ഓക്കെ, പീരിയോഡിക് മോഷൻ. മറ്റൊന്നിൻ്റെ പേരാണ് ഓസിലേറ്ററി മോഷൻ. എന്താണ് ഈ 2 ടൈപ്പ് മോഷൻ എന്ന് പറയുന്നത്? വളരെ സിമ്പിളായിട്ട് പറയാം, ഈ പേരിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നമ്മൾ ഒരുപാട് തരം മോഷൻസ് കാണുന്നുണ്ട്. ബട്ട് അതിൽ ചില മോഷൻസ് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ആ മോഷൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ ഒരു മോഷൻ തന്നെ വീണ്ടും വരിക, ആ മോഷൻ തന്നെ ഇനിയും സംഭവിക്കുക ഒരു പ്രത്യേക ടൈം ഇൻ്റർവെല്ലിൽ. ഇങ്ങനെ ഒരു ടൈം ഇൻ്റർവെൽ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കുന്ന മോഷൻസിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. പ്രത്യേക സമയത്തിൻ്റെ ഒരു ഇൻ്റർവെൽ കൊണ്ട് ആവർത്തിച്ച് വരുന്ന തരം മോഷൻസിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയും. സിമ്പിൾ എക്സാമ്പിൾസ് കാണാം. നമ്മുടെയൊക്കെ വാച്ചിൽ അല്ലെങ്കിൽ ക്ലോക്കിൽ സമയം കാണിക്കാനുള്ള നീഡിൽസ് ഉണ്ട് അല്ലേ. ആ നീഡിൽസ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു മോഷനാണ്. സെക്കൻഡ് നീഡിലിൻ്റെ മോഷൻ നമുക്ക് എളുപ്പത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം, സെക്കൻഡ് നീഡിൽ ഇപ്പോൾ ഒരു പ്രത്യേക ലെറ്ററിൻ്റെ അടുത്ത് 12 എന്ന ഡിജിറ്റിൻ്റെ അവിടെ എത്തി നിൽക്കുന്നുണ്ട്. ദെൻ അത് 12നെ പാസ് ചെയ്ത് പോയി കറക്റ്റ് 60 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും അത് 12ൻ്റെ അടുത്ത് തന്നെ എത്തും. ശരിയല്ലേ? അടുത്ത 60 സെക്കൻഡ് കഴിയുമ്പോഴോ വീണ്ടും അത് 12ൻ്റെ അടുത്ത് എത്തും. അപ്പോൾ ഈ 12നെ കടന്ന് പാസ് ചെയ്ത് പോകുന്ന ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അത് കൃത്യമായ ഒരു ടൈം ഇൻ്റർവെല്ലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, എപ്പോഴെങ്കിലും റിപ്പീറ്റ് ചെയ്യല്ല. ശരിയല്ലേ? ഇങ്ങനെയുള്ള എന്തെല്ലാം തരം മോഷൻസ് ഉണ്ട്. ഇപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷൻ ഓഫ് എർത്ത്, അതൊരു മോഷനാണ്. എല്ലാ 24 ഹവറിലും എർത്ത് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഡേയും നൈറ്റും കറക്റ്റ് മാറി വരുന്നത്. ഇന്നിപ്പോൾ എത്ര സമയം നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ ക്ലാസ് കാണാനിരിക്കുന്ന ഈ സമയം എത്രയാണ്? ഇതേപോലെ ഒരു സമയം ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? ഇതേപോലെ ഒരു സമയം നാളെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു മോഷൻ എർത്തിൻ്റെ വളരെ കൃത്യമായ ഒരു പീരിയോഡിക് മോഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ശരിയാണല്ലോ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് മോഷൻസ് നമുക്ക് കാണാം. മറ്റൊരു എക്സാമ്പിളാണ് ഒരു പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മളൊരു പെൻഡുലത്തെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടതായിട്ട് വിചാരിക്കുക. എന്നിട്ട് ആ പെൻഡുലത്തെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്, ഒരു സൈഡിലേക്ക് പിടിച്ചു വലിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് 2 സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ. അതും ഒരു പീരിയോഡിക് മോഷനാണ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ തരം മോഷൻസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. അതേസമയം എന്താണ് ഈ ഓസിലേറ്ററി മോഷൻ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതിൽ ഏതെങ്കിലും ഓസിലേഷൻ എന്ന എക്സാമ്പിളിൽ പെടുമോ? ഇപ്പോൾ വാച്ചിലെ നീഡിൽ മൂവ് ചെയ്യുന്നത് ഓസിലേഷൻ ആണോ? അല്ല. എർത്തിൻ്റെ മൂവ്മെൻറ്റോ? അത് ഓസിലേഷൻ അല്ല. പെൻഡുലമോ? യെസ്, പെൻഡുലത്തിൻ്റെ മോഷൻ ഓസിലേഷൻ ആണ് അല്ലേ. അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എന്താ ഈ ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഓസിലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ ഇതാണ്, ടു ആൻഡ് ഫ്രോ മോഷൻ. ഒരു തരം മോഷൻ്റെ പേരാണിത്, ടു ആൻഡ് ഫ്രോ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാറുണ്ട്, ബാക്ക് ആൻഡ് ഫോർത്ത്. എന്താ പറയുക? ബാക്ക് ആൻഡ് ഫോർത്ത്. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ദെൻ തിരിച്ചു വരുന്നു,
ആ പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. ഇതല്ലേ പെൻഡുലത്തിൽ സംഭവിച്ചത്. ഈ തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ ടു ആൻഡ് ഫ്രോ എന്ന് പറയാ. അത്തരം മോഷൻസിനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. സോ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി, അതല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഓഫ് എ ബോഡി അബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് മുന്നോട്ട് പോയി തിരിച്ചു വന്നു, പുറകിലോട്ട് പോയി തിരിച്ചു വന്നു, ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. എല്ലാ ഓസിലേറ്ററി മോഷൻസും പീരിയോഡിക് ആയിരിക്കും. ഓക്കെ, ബട്ട് എല്ലാ പീരിയോഡിക് മോഷൻസും എന്താവണമെന്നില്ല? ഓസിലേറ്ററി ആവണമെന്നില്ല. ആ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എല്ലാ ഓസിലേറ്ററി മോഷൻസും, ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ പീരിയോഡിക്. പെൻഡുലത്തിന്റെ മോഷൻ ഓസിലേറ്ററി ആണ്, അതോടൊപ്പം പീരിയോഡിക്കുമാണ്. എന്നാൽ എല്ലാ പീരിയോഡിക് മോഷൻസും എന്താവണമെന്നില്ല? ഓസിലേറ്ററി ആവണമെന്നില്ല. ഇപ്പൊ ഫാനിന്റെ ലീഫ് കറങ്ങുന്നത് അതൊരു പീരിയോഡിക് മോഷനാണ്. ആ ഫാനിന്റെ ലീഫ് ഒരേ സ്പീഡിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ അത് കൃത്യമായ സമയത്ത് ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് അത് എന്തല്ല? ഓസിലേറ്ററി അല്ല. എർത്തിന്റെ മോഷൻ പീരിയോഡിക് ആണ്, ഓസിലേറ്ററി അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ ഈ ഒരു ഐഡിയ ജസ്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കിതിൽ ഓസിലേറ്ററി മോഷൻ, അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ, ഓസിലേഷൻസ്. പെൻഡുലം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് എപ്പോഴും മനസ്സിൽ കാണാം. അത്തരം ഒരു മോഷൻസിനെ കുറിച്ച്, അതിൻ്റെ ഒരുപാട് പാരാമീറ്റേഴ്സിനെ കുറിച്ചുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഓസിലേഷൻസ് തുടങ്ങാം അല്ലേ? ഓസിലേഷൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഓസിലേഷൻ ഒന്ന് വരച്ച് കാണിക്കാം. ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെന്റർ പോയിന്റ് വരയ്ക്കാം. ദെൻ അവിടുന്ന് ഒരു ബോഡി ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്നു, മുന്നോട്ടേക്ക് പോയി ഒരു എൻഡ് വരെ എത്തി, ദെൻ അത് തിരിച്ചു വന്നു. തിരിച്ച് ഈ പോയിന്റിലൂടെ അതങ്ങ് ഓപ്പോസിറ്റ് പോകും. അങ്ങോട്ട് എത്ര ദൂരമാണോ പോയത് അത്ര തന്നെ ദൂരം ഇങ്ങോട്ടും പോകും. ഇങ്ങോട്ട് വരും കേട്ടോ, ഇങ്ങോട്ട് വന്നു. ദെൻ അതൊരു എൻഡ് വരെ എത്തി വീണ്ടും തിരിച്ചു പോകും. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു ഓസിലേഷനെ ജസ്റ്റ് വരച്ച് കാണിക്കാം. അതല്ല ഇനി പെൻഡുലം പോലെ തന്നെ വരക്കണമെങ്കിൽ പെൻഡുലം പോലെ നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഒരു പെൻഡുലം ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആ പെൻഡുലത്തെ നമ്മളൊരു സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നു. അപ്പോൾ ആ പെൻഡുലം ഇവിടത്തേക്ക് എത്തി, ഇവിടെ എത്തി, ഉണ്ടോ, അങ്ങോട്ട് പിടിച്ചു വലിച്ചതാണ്. ദെൻ ആ എൻഡിൽ വെച്ച് നമ്മളങ്ങ് വിട്ടു കളഞ്ഞു. വിടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൻഡുലം ഇങ്ങോട്ട് തിരിച്ചു വരും. അത് ഇവിടെ വന്ന് സ്റ്റോപ്പ് ആവില്ല, പകരം കുറച്ച് ഇങ്ങോട്ടേക്ക് തെറിച്ചു പോകും അല്ലേ? ആ പെൻഡുലം ഇവിടെ വരെ എത്തും, ദെൻ അത് തിരിച്ചങ്ങോട്ട് പോകും. ഇങ്ങനെ രണ്ട് സൈഡിലേക്കും അത് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ പെൻഡുലം പോലെ തന്നെ വരക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ വരച്ചാലും മതി. ഇതിലെ ചില പോയിന്റുകൾക്ക് നമ്മൾ പറയുന്ന പേരുകളൊന്ന് പരിചയപ്പെടാം. ഈ സെന്റർ പോയിന്റിനെ നമ്മൾ ഇനി സെന്റർ പോയിന്റ് എന്നല്ല പറയാ, അതിൻ്റെ പേരാണ് മീൻ പൊസിഷൻ. എന്താ പറയേണ്ടത്? മീൻ പൊസിഷൻ. ഇവിടെ മീൻ പൊസിഷൻ ആണ് ഈ കാണുന്നത്, മീൻ. ഓക്കെ, ഇനി ഈ ബോഡി മൂവ് ചെയ്യുന്ന രണ്ട് എൻഡുകളെ, ഈ ഒരു എൻഡ് ആവാം, ഈ ഒരു എൻഡ് ആവാം, ആ എൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീം പൊസിഷൻസ്. എക്സ്ട്രീം, ഇതും എക്സ്ട്രീം. അപ്പോൾ ഒരു മീൻ പൊസിഷനും രണ്ട് എക്സ്ട്രീം പൊസിഷൻസും, അതിൻ്റെ ഇടയിലൂടെയാണ് ഈ ബോഡി മൂവ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആ പേരുകൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇനി ഓസിലേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട 3-4 ക്വാണ്ടിറ്റികളെ പരിചയപ്പെടുത്തുകയാണ്. അതിലൊരു ക്വാണ്ടിറ്റിയാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഇവിടൊക്കെ നമ്മൾ നേരത്തെയും ചില ചാപ്റ്റേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയാൻ എളുപ്പമുണ്ടാവും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേഷൻസ് ഉണ്ടായി, അതാണ് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. അപ്പം എന്താണ് ഈ ഓസിലേഷൻ? ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓസിലേഷൻ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ പെൻഡിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പെൻഡിലത്തെ ഒരാൾ ഈ എൻഡ് വരെ കൊണ്ടുവന്ന് ഇവിടെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതങ്ങ് വിട്ടു. എന്താ സംഭവിക്കുക? ആ പെൻഡിലം ഈ അറ്റത്തേക്ക് വരും, തിരിച്ചു പോവും, അതങ്ങനെ റിപ്പീറ്റ് ചെയ്യും. എപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുക? ഇവിടുന്ന് വിട്ട ഈ ബോഡി തിരിച്ച് ഇവിടെ എത്തിയാൽ മതിയോ? ഇതിലൂടെ വന്ന് ഇവിടെ എത്തിയാൽ, ഒരു തവണ ഇവിടുന്ന് ഇവിടെ എത്തിയാൽ 1 ഓസിലേഷൻ ആയോ? ഇല്ല. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ നിന്ന് വിട്ട ബോഡി ഈ മീൻ പോയിന്റിലൂടെ ഈ എക്സ്ട്രീമിൽ എത്തുകയും തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ വരികയും ചെയ്യുമ്പോഴാണ് ഒരു ഓസിലേഷൻ പൂർത്തിയായി എന്ന് പറയാൻ പറ്റുക. ഓക്കെ, ഇതാണ് 1 കംപ്ലീറ്റ് ഓസിലേഷൻ. അത് നിങ്ങൾക്ക് ഈ എക്സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, വളരെ ശ്രദ്ധിക്കണേ, എക്സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മീനിലൂടെ നെക്സ്റ്റ് എക്സ്ട്രീമിൽ വന്നു, തിരിച്ച് മീനിലൂടെ സ്റ്റാർട്ട് ചെയ്ത് എക്സ്ട്രീമിൽ തിരിച്ചെത്തി. അപ്പോൾ 1 ഓസിലേഷന്. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ വേറൊരു മെത്തേഡ് പറഞ്ഞു തരാം. നമുക്കെപ്പോഴും ഈ എക്സ്ട്രീമിൽ നിന്ന് തന്നെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല.
ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലെയാണ്. ഏതുപോലെ? ഇപ്പോൾ നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുക. റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി ഒരു പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെല്ലുന്നതിനേക്കാളും എത്രയോ മുന്നേ തന്നെ ഒരു ഓസിലേഷൻ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങും? നമ്മളാണ് അതിന് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമുക്കൊരു എക്സ്ട്രീം പോയിന്റ് വെച്ച് തുടങ്ങാമായിരുന്നു. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ മുമ്പിൽ ഒരു പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. നമ്മൾ അതിനെ എവിടുന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങും? നമുക്ക് എവിടുന്നും കൗണ്ട് ചെയ്ത് തുടങ്ങാം. അതിനൊരു കേസ് ഞാൻ പറഞ്ഞു, എക്സ്ട്രീമിൽ നിന്ന് തുടങ്ങാം. ദെൻ അത് ഈ എൻഡിൽ വന്ന് ഇവിടെ തന്നെ തിരിച്ചെത്തുമ്പോൾ 1 കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൗണ്ടിങ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? പെൻഡുലം ഇങ്ങനെ പോവുകയാണ്. പെൻഡുലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിങ്ങനെ പോവാം. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പോകുന്ന സമയത്ത് ഇവിടെ എത്തി അങ്ങനെ വന്ന് സെൻട്രലിലൂടെ പോകുമ്പോഴാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു എക്സ്ട്രീമിൽ പോയി തിരിച്ച് മീനിലൂടെ അടുത്ത എക്സ്ട്രീമിൽ പോയി വീണ്ടും മീനിൽ വന്നാൽ ഒരു ഓസിലേഷനായി. പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഓസിലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാണ്. മീനിൽ നിന്ന് കൗണ്ട് ചെയ്ത് സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങുന്ന എവിടുന്ന? മീനിൽ നിന്ന് കൗണ്ട് ചെയ്ത് ഒരു എക്സ്ട്രീമിൽ പോയി തിരിച്ച് മീനിൽ വന്നു. അടുത്ത എക്സ്ട്രീമിൽ പോയി വീണ്ടും മീനിൽ വന്നാൽ അതിന് ഒരു ഓസിലേഷൻ എന്ന് പറയാം. ഇങ്ങനെ 1 സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേഷൻസ് നടക്കുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. So what is frequency? Number of oscillations in 1 second. Okay. Number 2. Second quantity യുടെ പേരാണ് time period. Time period. Time എന്ന് പറയുമ്പോൾ ഓക്കെ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ടൈം ഫോർ 1 കംപ്ലീറ്റ് ഓസിലേഷൻ. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ നടക്കാൻ എത്ര സമയം വേണം. മറ്റേത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേഷൻസ് കംപ്ലീറ്റ് ആയി. വ്യത്യാസം മനസ്സിലായല്ലോ? ഇത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ആണ്. ഇത് ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ ആണ്. ഓക്കെ, തേർഡ് ക്വാണ്ടിറ്റി ആണ് ഡിസ്പ്ലേസ്മെന്റ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, തെറ്റിപ്പോകരുത്. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന ക്വാണ്ടിറ്റി നമ്മൾ ഒരുപാട് നേരത്തെയൊക്കെ കേട്ടതാണ്, മെക്കാനിക്സിൽ പലയിടത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഓസിലേഷനിലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ അല്ല, ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താ? വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, അല്ലെ? ഒരിക്കലും ഓസിലേഷനിലെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓസിലേഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ ടു എനി പോയിന്റ് വേർ ദ ഒബ്ജക്റ്റ് ലൈസ് എന്നാണ്. മനസ്സിലായോ? ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ ടു എനി പോയിന്റ്. ഒരു ബോഡി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാൻ ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ നമ്മൾ കാണുന്നു ഒരു പെൻഡുലം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ഓസിലേഷൻ്റെ 2-3 ഫോട്ടോസ് എടുക്കുകയാണ്. നമ്മളൊരു ക്യാമറയെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ പെൻഡുലം ആ മൂവി ചെയ്യുന്ന പെൻഡുലത്തിന് സ്റ്റിൽ ഫോട്ടോസ് എടുക്കുന്നു. ഫോട്ടോസിൽ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ നോക്കുന്നു. ഫോട്ടോസിൽ നമുക്ക് ഒരു സ്റ്റിൽ പൊസിഷനാണ് കാണാൻ പറ്റുക, അല്ലേ? എവിടെയായിരിക്കും നമ്മൾ ആ പെൻഡുലത്തെ കാണുക? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എവിടെയും കാണാം. മീനിൽ കാണണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എക്സ്ട്രീമിലായിരിക്കുമെന്ന് നിർബന്ധമുണ്ടോ? നോ, ഒരു ഉറപ്പില്ല. എവിടെയാവാം, മീനിലോ എക്സ്ട്രീമിലോ എവിടെയാവാം. ഞാൻ ആ ഫോട്ടോയിൽ പെൻഡുലത്തെ കാണുന്നത് ഇവിടെ എന്ന് വിചാരിച്ചോ. ഇവിടെയാണ് ഞാൻ ആ പെൻഡുലത്തെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിലേക്ക് മീനിൽ നിന്നും എത്ര ദൂരമുണ്ട്, ആ ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അല്ലാതെ പെൻഡുലം ഓൾറെഡി ഒരുപാട് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ടുണ്ടാകും. ആ മൊത്തം ദൂരം അല്ല നമ്മൾ അളക്കുന്നത്. പല തവണ റിപ്പീറ്റ് ചെയ്തത് മൂവ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എന്തേ നോക്കണ്ടു, ആ പെൻഡുലം ഇപ്പോൾ എവിടെയാണുള്ളത്? ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ പെൻഡുലത്തിന്റെ പൊസിഷൻ എവിടെ, ആ പൊസിഷനിലേക്ക് മീനിൽ നിന്നും എത്ര ദൂരമുണ്ട്, മീനിൽ നിന്നുമുള്ള ആ ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. വേറെ ഒരു പിക്ചറിൽ നമ്മൾ പെൻഡുലത്തെ കാണുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് കാണുന്നത്. അടുത്തൊരു ഫോട്ടോ എടുത്തപ്പോൾ പെൻഡുലത്തിനെ കാണുന്നത് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ കണ്ടോ, മീന് മുതൽ ഇങ്ങോട്ടേക്കുള്ള ദൂരം. മീനിൽ നിന്നും അളന്നു തുടങ്ങുക. ക്ലിയർ ആണല്ലോ? ദെൻ ഫോർത്ത് ക്വാണ്ടിറ്റി ആണ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്.
എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും എന്ന്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മീനിൽ നിന്നുള്ള ദൂരമാണ്. മീനിൽ നിന്ന് നമുക്ക് മാക്സിമം എവിടം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്? എക്സ്ട്രീം വരെ അല്ലേ കിട്ടുക? ഒരു ഫോട്ടോയിൽ ഞാൻ പെൻഡിലത്തെ കാണുന്നത് ഇവിടെയാണ്. ഇവിടെ സപ്പോസ് ഒരു ഫോട്ടോയിൽ പെൻഡിലുള്ള അവിടെയാണ്. അപ്പോൾ എന്താ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് മീൻ മുതൽ ഇവിടം വരെയുള്ള ഈ ദൂരം അതല്ലേ മാക്സിമം, അതിനേക്കാൾ അപ്പുറത്ത് പോസിബിൾ അല്ലല്ലോ. അതിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എക്സ് എന്നോ വൈ എന്നോ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതേപോലെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ എന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓസിലേഷനുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങൾ. പോയിന്റുകളുടെ പേര്, മീന്, എക്സ്ട്രീം, അതൊക്കെ ഓർത്ത് വെക്കുക. ദെൻ ഈ 4 ക്വാണ്ടിറ്റികൾ ആരൊക്കെയാ? ഫ്രീക്വൻസി, ടൈം പീരീഡ്, ഡിസ്പ്ലേസ്മെന്റ്, ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, അപ്പോൾ ഓസിലേഷൻസുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് പോയിന്റിലേക്കൊക്കെ നമുക്കൊന്ന് പോവാം. ഓസിലേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഓസിലേഷൻ എന്ന് പറയാം, അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഷോർട്ട് ഫോമിൽ നമ്മൾ SHM എന്ന് പറയാറുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. എപ്പോഴാണ് ഒരു ഓസിലേഷന് നമ്മൾ SHM എന്ന് വിളിക്കുക, അല്ലെങ്കിൽ SHM ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? വീണ്ടും ഒരു ഓസിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു പിക്ചർ ഒരു പെൻഡുലത്തിൻ്റെ ആയിക്കോട്ടെ. ഓക്കെ, ഒരു പെൻഡുലം ഇങ്ങനെ ഒരു പോയിന്റിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പെൻഡുലം മനസ്സിൽ കാണാം. ആ പെൻഡുലത്തെ നമ്മൾ മെയിൻ പൊസിഷനിൽ നിന്ന് ഒരു എക്സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ നമുക്കറിയാം അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ, വെറുതെ വിട്ടാൽ മതി, നമ്മൾ ജസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ആ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്ട്രീമിൽ നിന്ന് ആ ബോഡിക്ക് ഓസിലേഷന് വേണ്ടി മീനിലേക്ക് ആ ബോഡി തിരിച്ചു വരികയാണ്. അങ്ങനെ റിട്ടേൺ ചെയ്യാൻ ആ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, ഈ ഒരു വേർഡ് നേരത്തെയും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, ആ വേർഡിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ്ങും ഉണ്ട് അല്ലേ? റീസ്റ്റോറിംഗ്. റീസ്റ്റോറിംഗ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തുക, റീസ്റ്റോർ ചെയ്യപ്പെടുക. ഇതേ ഒരു വേർഡ് നമ്മൾ സ്പ്രിങ്ങിലും നേരത്തെ പറഞ്ഞിരുന്നു. ഒരു സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്താൽ, അതല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്താൽ, ആ സ്പ്രിങ്ങിന് എപ്പോഴും അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിനെ നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നാണ് വിളിച്ചത്. ഇവിടെയും പെൻഡുലത്തെ നമ്മൾ മീൻ പൊസിഷനിൽ നിന്ന്, മീൻ എന്താണെന്ന് അറിയാലോ അല്ലേ, മീൻ പൊസിഷനിൽ നിന്ന് ഒരു എക്സ്ട്രീമിലേക്ക് വെച്ച് അങ്ങ് വിട്ട് കളഞ്ഞാൽ അത് തിരിച്ചു വരാൻ സഹായിക്കുന്ന ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SHM ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ കണ്ടീഷൻ നമ്പർ 1 എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഞാനൊന്ന് എഴുതാം. ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് X എന്നോ Y എന്നോ കാണിക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ F പ്രൊപ്പോർഷണൽ ടു X. ചുമ്മാ ഇങ്ങനെ മാത്തമാറ്റിക്കലി എഴുതിയാൽ മാത്രം പോരാ, അതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. നമുക്ക് ചെറിയൊരു ലോജിക്ക് വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അഗെയിൻ നിങ്ങളൊരു പെൻഡുലത്തെ ഒന്ന് ഇമാജിൻ ചെയ്യൂ. ആ ഒരു എക്സാമ്പിൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വന്നോട്ടെ കേട്ടോ. പെൻഡുലം, ആ പെൻഡുലത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മീൻ പൊസിഷനിൽ നിന്ന് കുറച്ച് ദൂരത്തിലേക്ക്, ഒരുപാട് ദൂരേക്ക് വലിച്ചില്ല, കുറച്ച് ദൂരേക്ക് പിടിച്ചു വലിച്ചു വിട്ടു. അത് റിസ്റ്റോർ ചെയ്യില്ലേ? അത് തിരിച്ചു വരില്ലേ? തീർച്ചയായിട്ടും വരും. ദെൻ അതേ പെൻഡുലത്തെ മറ്റൊരു സിറ്റുവേഷനിൽ ഞാൻ മീനിൽ നിന്നും കുറേയും കൂടെ ദൂരേക്ക് പിടിച്ചു വലിച്ചു, അതായത് ഡിസ്പ്ലേസ്മെന്റ് കൂടി. ഓക്കെ, ദൂരേക്ക് പോകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കൂടുമല്ലോ, എന്നിട്ട് അവിടെ നിന്ന് വിട്ടു, അതും റിസ്റ്റോർ ചെയ്യില്ലേ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്. ആ പെൻഡുലത്തെ നമ്മൾ കുറഞ്ഞ ദൂരേക്ക് വലിച്ചു വിടുമ്പോഴും കുറച്ചധികം ദൂരേക്ക് വലിച്ചു വിടുമ്പോഴും റിസ്റ്റോർ ചെയ്യുന്നത് ഒരേ ഫോഴ്സിലാണോ, ഒരേ ശക്തിയിലാണോ തിരിച്ചു വരിക? ഒരിക്കലും അല്ല അല്ലേ? നിങ്ങൾക്ക് തന്നെ വളരെ കോമൺ സെൻസ് ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. കൂടുതൽ ദൂരേക്ക് പോയ ആ ബോഡിക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതലായിരിക്കും, നല്ല ശക്തിയിൽ തിരിച്ചു വരും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് മോർ, ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് വിൽ ബി മോർ. അല്ലെ, കൂടുതൽ ദൂരേക്ക് അത് ഡിസ്പ്ലേസ് ചെയ്താൽ അത് തിരിച്ചു വരുന്ന ശക്തിയും കൂടും. കുറഞ്ഞ ദൂരമാണ് ഡിസ്പ്ലേസ് ചെയ്തെങ്കിൽ, ഇഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ലെസ്, ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് വിൽ ബി ലെസ് ഓൺലി. അപ്പോൾ ചോദിക്കട്ടെ, ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിലോ?
എന്താ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ ബോഡി എവിടെ നിൽക്കണം? മീനിൽ നിൽക്കണം അല്ലേ? കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മീനിൽ നിന്നുമുള്ള ഡിസ്റ്റൻസാ. മീനിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ അത് മീനിൽ തന്നെയാണ് അല്ലേ? അങ്ങനെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കേ. മീനിൽ തന്നെയാണ് ആ ബോഡി എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0. ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ റിസ്റ്റോറിംഗ് ഫോഴ്സും 0. കാരണം പിന്നെ അത് റിസ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എങ്ങോട്ട് റിസ്റ്റോർ ചെയ്യാനാ? ഓൾറെഡി അത് മീനിലല്ലേ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാനുള്ള ഓസിലേഷന്റെ ആദ്യത്തെ കണ്ടീഷൻ. സോ ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ്. F proportional to x എന്ന് എഴുതിയതിന്റെ കൂടെ ഒരു മൈനസും കൂടി ഉണ്ട്. F proportional to minus x. ഇതാണ് ഇപ്പോൾ ഒരു മൈനസും കൂടെ അധികം വന്നത്. ഈ മൈനസ് കാണിക്കുന്നത് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനെയാണ്. ആരൊക്കെ? ഇവിടെ ഫോഴ്സ് കാണാം, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കാണാം. ഈ രണ്ട് ക്വാണ്ടിറ്റികളും ഡയറക്ഷൻ വൈസ് ഓപ്പോസിറ്റ് ആയിരിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് വീണ്ടും മനസ്സിലാക്കാം. റിസ്റ്റോറിംഗ് ഫോഴ്സ് റിസ്റ്റോർ ചെയ്യപ്പെടുക എങ്ങോട്ടേക്കാ? മീനിലേക്കല്ലേ? മീനിലേക്കാണ് അത് റിസ്റ്റോർ ചെയ്യപ്പെടുന്നത്. മീനിലേക്ക്, ടുവാർഡ്സ് മീൻ. ഇനി ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ അളക്കുക എവിടുന്ന് എവിടത്തേക്കാ? മീനിൽ നിന്ന്, ഫ്രം മീൻ ടു എനി അതർ പോയിന്റ് അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മീനിൽ നിന്ന് അങ്ങോട്ടേക്ക് അളക്കുമ്പോൾ റിസ്റ്റോറിംഗ് ഫോഴ്സ് നേരെ തിരിച്ച് മീനിലേക്കാണ്. അപ്പോൾ അത് ഡയറക്ഷൻ വൈസ് സെയിം ആണോ ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഒത്തു വന്നാൽ നമുക്ക് പറയാം അതെന്താണ്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതി പോവാം. F proportional to minus x ആണെങ്കിൽ നമുക്ക് F is equal to minus kx എന്ന് പറഞ്ഞൂടെ? പ്രപ്പോർഷണൽ മാറ്റി ഈക്വൽ ടു എന്ന് വന്നപ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ F is equal to minus kx. Call it as equation number 1. Now F നെ കുറിച്ച് നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് F is equal to ma അല്ലേ? F എന്ന് പറയുന്നത് എന്താ? ma, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വാട്ട് ഈസ് ദിസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ മെക്കാനിക്സിൽ പല സ്ഥലത്തും പറയുന്നതാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് അല്ലേ? d/dt ഓഫ് v, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന വെലോസിറ്റി. വാട്ട് ഈസ് ദിസ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് d/dt ഇതൊക്കെ നമ്മൾ മെക്കാനിക്സിലൊക്കെ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈനിലൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. പിന്നെ ലോസ് ഓഫ് മോഷനും മറ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് പറയുന്നുണ്ട്. സോ v എന്ന് പറയുന്നത് d/dt ഓഫ് x, അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് v എന്നല്ലേ? വാട്ട് ഈസ് v? ഇതല്ലേ v അല്ലേ കാണുന്നത്? അതായത് d/dt ഓഫ് x. അപ്പോൾ എന്താ എഴുതിയത്? d/dt ഓഫ് v അല്ലേ? വേർ v ഈസ് d/dt ഓഫ് x. അപ്പോൾ d/dt ഓഫ് വിക്ക് പകരം d/dt ഓഫ് x. അതായത് എക്സിനെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ വെലോസിറ്റിയെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കലി എക്സ് എന്ന ഡിസ്പ്ലേസ്മെന്റിനെ 2 തവണ ഡെറിവേറ്റീവ് എടുത്താൽ ആക്സിലറേഷൻ. മാത്സ് മനസ്സിലാവുന്നുണ്ടോ? എക്സിനെ ഡിസ്പ്ലേസ്മെന്റിനെ 1 തവണ ഡെറിവേറ്റീവ് എടുത്താൽ വെലോസിറ്റിയെ 1 തവണ ഡെറിവേറ്റീവ് എടുത്താൽ ആക്സിലറേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിനെ 2 തവണ ഡെറിവേറ്റീവ് എടുത്താലോ? 1 തവണ ഡെറിവേറ്റീവ് എടുത്താൽ വെലോസിറ്റി ആയി, 1 കൂടി ഡെറിവേറ്റീവ് എടുത്താൽ ആക്സിലറേഷൻ ആയി. അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നാണ് പറയുക. സോ ദിസ് ഈസ് ഈക്വൽ ടു d²x/dt². അങ്ങനെയും എഴുതും. അതായത് d/dt ഓഫ് എക്സിനെ ഡെറിവേറ്റീവ് എടുത്തു, വീണ്ടും ഡെറിവേറ്റീവ് എടുത്തു. അതിനെ നമുക്ക് ഒറ്റയടിക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക. ഇതിന്റെ മീനിങ് സ്ക്വയർ എന്നല്ല. ഇവിടെ എഴുതുമ്പോൾ നമ്മൾ d²x/dt² എന്നാണ് എഴുതിയത്. ബട്ട് അതിന്റെ ഉദ്ദേശം ഇതാണ്, എക്സ് എന്ന ക്വാണ്ടിറ്റിയെ 2 ടൈംസ് ഡെറിവേറ്റീവ് എടുക്കുക, ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇവിടത്തേക്ക് ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ നിൽക്കട്ടെ. നൗ അത് നമ്മൾ ഇവിടത്തേക്ക് കൊടുക്കുമ്പോൾ ദിസ് F is equal to m into what is a d²x/dt², ഇക്വേഷൻ നമ്പർ 2. നൗ 1 2 രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം അല്ലേ? F ആണ്. അപ്പോൾ റൈറ്റ് സൈഡും സെയിം ആയിരിക്കണമല്ലോ. ഇവിടെ എന്താ റൈറ്റ് സൈഡ് m d²x/dt² ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ റൈറ്റ് സൈഡ് -kx. ശരിയല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ -kx ഇപ്പുറം കൊണ്ടുവരാം. സോ m into
ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0. ശരിയല്ലേ? മൈനസ് കെ എക്സ് പ്ലസ് കെ എക്സ്. ഈ ഇക്വേഷൻ നമ്മളൊന്ന് ത്രൂ ഔട്ട് മാസ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താലോ? ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ മാസ് എം. ഇവിടെ എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഓൾറെഡി ഒരു എം ഉണ്ട്, ഡിവൈഡഡ് ബൈ എം വരുമ്പോൾ ആ എം കട്ടായി പോകും. അപ്പോൾ നമുക്ക് എഴുതാം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഇവിടെ നമുക്ക് എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കെ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ബൈ എം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0. ഓക്കെ, ഒരു ചേഞ്ചും കൂടെ നമുക്ക് ഇവിടെ വരുത്താം. ഇവിടെ നമ്മൾ കാണുന്നു കെ ബൈ എം, എക്സ് അവിടെ നിൽക്കട്ടെ, കെ ബൈ എം. ഈ കെ ബൈ എം എന്ന ടേം, അതായത് കെ എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് ബൈ മാസ് എന്നുള്ളത് ഒമേഗ സ്ക്വയറിന് ഈക്വൽ ആണ്. ഒമേഗ എന്ന ടേമിന് ഓർമ്മയുണ്ടോ? ആംഗുലാർ വെലോസിറ്റി അല്ലേ? എവിടെ നമ്മൾ പഠിച്ചത്? റൊട്ടേഷണൽ ഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ സർക്കുലാർ മോഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒമേഗയെ കുറിച്ച്. ആ ഒമേഗയുടെ സ്ക്വയർ എടുത്താൽ അത് കെ ബൈ എമ്മിന് ഈക്വൽ ആയിരിക്കും. ഡയമെൻഷനിലൊക്കെ ഈക്വൽ ആണത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേഞ്ചും കൂടെ വരുത്താം. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എമ്മിന് പകരം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്കൊരു ഫൈനൽ ഇക്വേഷൻ കിട്ടും. നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചാണ്. ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ അതിനെ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. അതായത് ഇക്വേഷൻ്റെ ഒരു സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് എക്സ് എന്നൊരു വേരിയബിൾ കാണാം. എക്സ് എന്ന വേരിയബിളിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടോ, സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് ഒമേഗ സ്ക്വയർ, ദെൻ അതേ എക്സ്, ഇവിടെ കാണുന്ന ആ എക്സ് തന്നെ ഇവിടെയുള്ളൂ. അപ്പോൾ ഒരു വേരിയബിളിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് ആ വേരിയബിളിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ്, രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 0 എന്ന ഒരു സ്ട്രക്ചർ എവിടെ കണ്ടാലും നമുക്ക് പറയാം അത് ഓസിലേഷൻ ആയിരിക്കും, SHM ആയിരിക്കും. ഇങ്ങനെയൊക്കെ എഴുതുന്നത് ഈ മാത്തമാറ്റിക്കൽ ഫോമിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മെക്കാനിക്സ് ആവട്ടെ ഫിസിക്സിലെ മറ്റ് കോൺസെപ്റ്റുകളാവട്ടെ കണ്ട് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഒരു പെൻഡിലം മൂവ് ചെയ്യുന്നു, പെൻഡിലം ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാം. ഓക്കെ, പെൻഡിലത്തെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആട്ടി നോക്കാം. ഓസിലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ബട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഓസിലേഷൻസ് ഉണ്ട്. ഇപ്പം കാണാൻ പറ്റാത്ത ഓസിലേഷൻ ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ വീട്ടിലും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. കറണ്ട് DC-യും AC-യും ഉണ്ട്. AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ചാർജിൻ്റെ ഓസിലേഷൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചാർജിൻ്റെ ഓസിലേഷനോ, ചാർജിനെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ചാർജിൻ്റെ ഓസിലേഷൻ കാണുക? അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത, നേരിട്ട് കാണാൻ പറ്റാത്ത ചില ക്വാണ്ടിറ്റികൾ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? തെളിയിക്കാൻ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോമേ രക്ഷയുള്ളൂ. അതായത് ഏതൊരു മാത്തമാറ്റിക്കൽ ഫോം ഈ കാണുന്ന സ്ട്രക്ചറിൽ വന്നോ, ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് ടേം പ്ലസ് ആ ടേം ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് വന്നാൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ കാണേണ്ട കാര്യമില്ല, അതെന്തായിരിക്കും? ഓസിലേഷൻ ആയിരിക്കും, SHM ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് അവസാനമായിട്ട് പറഞ്ഞു നിർത്താനുള്ള ഒരു കാര്യം. ഓസിലേഷനിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ചാപ്റ്ററിൽ അപ്പോൾ ഓസിലേഷൻ എന്താണെന്ന് പരിചയപ്പെട്ടു. ഓസിലേഷനുമായി ബന്ധപ്പെട്ട കുറേ ക്വാണ്ടിറ്റികൾ നമ്മൾ കണ്ടു. മീൻ പോയിന്റ്, എക്സ്ട്രീം പോയിന്റ് ഒക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഫ്രീക്വൻസി, ടൈം പീരീഡ്, ഡിസ്പ്ലേസ്മെന്റ്, ആംപ്ലിറ്റ്യൂഡും ഒക്കെ പരിചയപ്പെട്ടു. അതിനുശേഷം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ് എന്നും അതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്ത് കാണിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നല്ലോണം നോക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.